IHRDയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ജനറേറ്റീവ് AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഇൻ്റർനാഷണൽ കോൺക്ലേവിൻ്റെ 2ാം പതിപ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കാനിരിക്കെ ആ ഇവൻറ്റിൻ്റെ പ്രീ കോൺക്ലേവ് ഇവൻ്റ് എന്ന നിലയിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് മാവേലിക്കര സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസ് ഓൺ കമ്പ്യൂട്ടർ സയൻസ്, കോമേഴ്സ്, മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്താണ്. ഒരു ടെക്നോളജി ഡ്രിവൺ വേൾഡാണ് ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഗതിവേഗങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അനിവാര്യമായും ഏറ്റെടുക്കേണ്ട ചുമതലയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിച്ചുകൊണ്ട് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടി സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിക്കുന്നത്. ഒരു നവവൈജ്ഞാനിക സമൂഹം അഥവാ ന്യൂ നോളജ് സൊസൈറ്റി എന്ന ആശയം പൂർണ്ണ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ പുത്തൻ നേട്ടങ്ങളെ ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളായും പ്രക്രിയകളായും എല്ലാം വികസിപ്പിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം നിർദ്ദേശിക്കാനുള്ള കെൽപ്പ് പുതുതലമുറ ആർജിക്കണം എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിന് സഹായകരമായ ഇടപെടലുകളാണ് സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ കോൺക്ലേവ് IHRD സംഘടിപ്പിക്കുന്നത്. മനുഷ്യനിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ മികവാർന്ന രീതിയിൽ എല്ലാ കർമ്മ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന ഈ ചരിത്ര സന്ദർഭത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും എല്ലാം സംബന്ധിച്ച പുതിയ പുതിയ ചലനങ്ങൾ സംവേദനക്ഷമതയോടെ ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ യുവ തലമുറയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കടമയാണ്. ആ കടമയിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ സഹായിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് IHRDയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മാവേലിക്കര വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വിഷയാധിഷ്ഠിത സമീപനം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പുതിയ വൈജ്ഞാനിക മേഖലകൾ, വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മേഖലകൾ, മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ നല്ല നിലയിൽ പരിശോധിക്കുന്ന വിധത്തിലാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് അഭിമാനകരമാണ്. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള പണ്ഡിതരും വിദഗ്ധരും അക്കഡമീഷ്യൻസും ഇൻ്റലക്ച്വൽസും എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്താൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായും അവരുടെ വ്യക്തിത്വ വികസനത്തിനും അവരുടെ വൈജ്ഞാനികമായ കാഴ്ചപ്പാടുകളുടെ വിപുലീകരണത്തിനും വളരെയധികം സഹായമാണ് ചെയ്യുന്നത്. കേരളം ഇന്ന് ഒരു ബദൽ ജനപക്ഷ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്.
ആൻ ഓൾട്ടർനേറ്റീവ് പീപ്പിൾ സെൻറ്റേഡ് നോളജ് സൊസൈറ്റി സാക്ഷാത്കരിക്കുന്നതിന് തീർച്ചയായും ഇത്തരത്തിലുള്ള കൂടിയിരിപ്പുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്യും. വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ സമ്പൂർണമായും ഏറ്റെടുത്ത് പ്രായോഗിക തലത്തിലേക്ക് അത് പരാവർത്തനം ചെയ്യുന്ന നിലയിലുള്ള ഒട്ടേറെ പദ്ധതികൾ സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം അതിന് ഒരു ഉദാഹരണമാണ്. ഇന്നവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കപ്പെട്ടാൽ അവ പ്രൊഡക്ട്സിന്റെ രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ അവ ലാർജ് സ്കെയിലായിട്ട് നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമെല്ലാം സഹായം ചെയ്യുകയും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുകയും ഒക്കെ ഇവിടെ സാധ്യമാക്കിക്കൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള സർവേയിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിനെ, കേരള സ്റ്റാർട്ടപ്പ് മിഷനെ വളരെ നല്ല രീതിയിലാണ് അഭിനന്ദിച്ചിട്ടുള്ളത്. ഒരു ഇന്നവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ